ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ക്ഷിതൗ षट्पञ्चाशत् विषमधिकपञ्चाशदुदके हुतांसि द्वाषष्टिर्चतुरधिकपञ्चाशदनिले दिवि दिषट्त्रिंशत् मनसि च चतुष्षष्टिरिति मयूखा तेषामप्युपरि तव पादाम्बुजयुगम्. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. സൗന്ദര്യലഹരി ശ്ലോകം 14. ഷഡ്ചക്രങ്ങൾക്കുപരിയായ ദേവിയുടെ ആസ്ഥാനമാണ് ഈ ശ്ലോകത്തിലൂടെ വർണ്ണിക്കുന്നത്. അമ്മേ ദേവി പരദേവതേ നമസ്കാരം. ശ്ലോകത്തിന്റെ സാരം: മൂലാധാരത്തിൽ പൃഥ്വിതത്വവും മണിപൂരകത്തിൽ ജലതത്വവും സ്വാധിഷ്ഠാനത്തിൽ അഗ്നിതത്വവും അനാഹതത്തിൽ വായുതത്വവും വിശുദ്ധി ചക്രത്തിൽ ആകാശതത്വവും ആജ്ഞാചക്രത്തിൽ മനസ്തത്വവും സ്ഥിതി ചെയ്യുന്നു എന്നാണ് ഏറെക്കുറെ പറയപ്പെടുന്നത്. ഇവിടെ ചക്രങ്ങളുടെ പേരുകൾ പറയാതെ അവയിൽ സ്ഥിതി ചെയ്യുന്ന തത്വങ്ങളുടെ പേരുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്നും നാം ചക്രങ്ങളെ നിർദ്ധാരണം ചെയ്യുന്നു. ബുധസ്ഥാനം ചെറുതാക്കി സാധകൻ ശ്വാസനിരോധനം ചെയ്ത് മനസ്സിനെ പുരികമധ്യത്തിൽ നിർത്തി ദേവിയെ ധ്യാനിക്കുവാൻ തുടങ്ങിയാൽ മൂലാധാരവും സ്വാധിഷ്ഠാനവും അഗ്നിജ്വാലകളാലും മണിപൂരകവും അനാഹതവും സൂര്യകിരണങ്ങളാലും വിശുദ്ധിയും ആജ്ഞാചക്രങ്ങളും ചന്ദ്രകിരണങ്ങളാലും പ്രകാശമയമായി വിളങ്ങുന്നു. ഇവയ്ക്കെല്ലാം ഉപരിയായി സഹസ്രാരത്തിൽ ദേവി ജഗത് ജ്യോതിസായി പരിശോഭിക്കുന്നു. ദേവി നൽകുന്ന പ്രകാശം കൊണ്ടാണ് സൂര്യനും ചന്ദ്രനും പ്രകാശിക്കുന്നത് എന്നിങ്ങനെ ഇവിടെ വ്യക്തമാക്കുന്നു. അല്ലയോ മഹാദേവി, പൃഥ്വി തത്വത്തോടുകൂടിയ മൂലാധാര ചക്രത്തിൽ 56, ജലതത്വാത്മകമായ മണിപൂര ചക്രത്തിൽ 52, അഗ്നിതത്വത്തോടുകൂടിയ സ്വാധിഷ്ഠാന ചക്രത്തിൽ 62, വായുതത്വാത്മകമായ അനാഹത ചക്രത്തിൽ 54, ആകാശതത്വത്തോടുകൂടിയ വിശുദ്ധി ചക്രത്തിൽ 72, മനസ്തത്വത്തോടുകൂടിയ ആജ്ഞാചക്രത്തിൽ 64. ഇങ്ങനെയായ ചില കിരണങ്ങൾ ഭവിക്കുന്നുവോ ആ കിരണങ്ങൾക്കെല്ലാം ഉപരിഭാഗത്തിൽ, അതായത് സഹസ്രതല കമലത്തിലുള്ള ചന്ദ്രമണ്ഡല രൂപമായ സുധാസിന്ധുവിൽ ബിന്ദുസ്ഥാനത്തിൽ നിന്തിരുവടിയുടെ 2 പത്മപാദങ്ങളും വർത്തിക്കുന്നു. ഈ ശ്ലോകം 1000 ഉരുവീതം 45 ദിവസം ജപിച്ച് സിദ്ധി വരുത്തിയാൽ വസന്താദി രോഗങ്ങളും ക്ഷാമവും ബാധിക്കുകയില്ല എന്നാണ് പറയപ്പെടുന്നത്. അമ്മേ, മനോമാലിന്യങ്ങളൊക്കെ കഴുകിക്കളഞ്ഞ് ഈ മക്കളെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിതാ നമസ്കരിക്കുന്നു. സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു.